നമ്മൾ കോഴിക്കോട് വെച്ച് ആദ്യമായിട്ട് കേരളത്തിലെ വലിയൊരു ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചു. ഒരു 2000 സ്വയംസേവകരൊക്കെ വരണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് ഇത്രയും വലിയൊരു സംഖ്യയിൽ ക്യാമ്പ് നടത്താനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മാന്യ ദത്താജി ഒക്കെ വന്ന് ആൾക്കാർക്കൊക്കെ ആവേശം കൊടുത്ത് ആ ഒരു ക്യാമ്പ് നടത്തി. അത് മലബാർ ഭാഗത്ത് വളരെ കാര്യമായിട്ട് സ്വാധീനം. കാരണം മലബാർ ഭാഗത്തെ മുസ്ലിം സ്വാധീനമുള്ള സ്ഥലത്ത് ഹിന്ദുക്കൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ ശാഖ തുടങ്ങുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് രക്ഷയില്ല, ഇവിടെ മുസ്ലിങ്ങളാണ്, നമുക്ക് ജീവിക്കാൻ നിർത്തിയില്ല. ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ശാഖ തുടങ്ങാൻ പോയാൽ അവർ പറയും ഇവിടെ മുസ്ലിമിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ ശാഖയുടെ ആവശ്യമില്ല. ഈ തരത്തിലായിരുന്നു അന്തരീക്ഷം. പക്ഷേ ഈ ക്യാമ്പും നമ്മുടെ ഒരു ഗംഭീരമായിട്ടുള്ള റൂട്ട് മാർച്ചും പൊതു ഫംഗ്ഷനും കൂടി കഴിഞ്ഞോട് കൂടിയിട്ട് മലബാർ ഭാഗത്തെ ഗ്രാമങ്ങളിൽ നിന്ന് നമ്മൾ സമ്പർക്കം ചെയ്തിരുന്നു. ആൾക്കാരെ ഫംഗ്ഷൻ കാണാനൊക്കെ പറ്റും. പലർക്കും ധൈര്യമില്ലായിരുന്നെങ്കിലും നിങ്ങൾ ചില ബന്ധുക്കളുടെ വീട്ടിൽ വരുന്ന പോലെ വന്നാൽ മതി കാണണം. പക്ഷേ ആ ശക്തിയും പരിപാടിയും കണ്ടോട് കൂടിയിട്ട് നമുക്ക് അതിനുശേഷം നമ്മൾ ശാഖ തുടങ്ങാൻ ഓരോ സ്ഥലത്ത് പോകുന്നവരും ധാരാളം സ്ഥലത്ത് ശാഖ തുടങ്ങണം എന്നുള്ള ഡിമാൻഡ് വന്നു. അത് നമ്മുടെ സംഘ വളർച്ചയ്ക്ക് ഒരു പ്രധാനമായിട്ടുള്ള സഹായമായിരുന്നു. അത് കേരളത്തിൽ മുഴുവൻ അതിനുണ്ട്. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ എനിക്കൊന്ന് 68-ലോ 69-ലോ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, നമ്മുടെ ജനസംഘത്തിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം മുഴുവൻ അഖില ഭാരതീയ സമ്മേളനം കോഴിക്കോട് വെച്ചു. ദീനദയാൽജിയൊക്കെ വന്നിട്ട് 68-ലായിരിക്കണം. ആ പരിപാടിയും അന്ന് പത്രങ്ങൾക്ക് എഴുതിയത് അതിൻ്റെ ആ ഒരു ഘോഷയാത്ര കണ്ടിട്ട് ശരിക്കും ഉത്തരഭാരതത്തിൽ നിന്ന് ആ കാവി ഗംഗ കേരളത്തിൽ ഒഴുകി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞവർ എഴുതി.